ഹലോ ഹായ്, ഞാനിന്നുള്ളത് വെളിയങ്കോടാണ്. നമ്മളെ പുതിയ കപ്പിൾസിൻ്റെ കൂടെയാണ് ഉള്ളത്. ഞങ്ങളിപ്പോൾ റിസപ്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഷംനൂന് റിസ്വ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇത് ഇന്ന് റിസപ്ഷനായിരുന്നു. നിക്കാഹ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം എത്രയായി? 6 മാസത്തോളമായി. ഓക്കെ. എങ്ങനെയാണ്, അറേഞ്ച് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ, എങ്ങനെയാണ്? ലവ് മാരേജ് ആണ്, അറേഞ്ച്ഡ് ആക്കി നമ്മൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ പരിചയം? ഞങ്ങൾ LKG മുതൽ ഒരേ ക്ലാസ്സിലുണ്ടായിരുന്നു. ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പോൾ വീടും അടുത്താണ്, സ്കൂളെല്ലാം അടുത്താണ്. ഒരേ സ്കൂളിൽ തന്നെ പഠിച്ച് ഒരുമിച്ച് വന്ന ആളുകളാണ്. അതെ. അപ്പോൾ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അറിയും. അതെ. വേറെ അതിൻ്റെ ഇതൊന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഫംഗ്ഷനൊക്കെ അടിപൊളിയായി. നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ലൈഫ് എന്തായിരുന്നു? സെറ്റായിരുന്നു. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ വഴിക്ക് പോയി, ഇവളും വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും പഴയ ഒരു വൈബ് എത്തി കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിക്കാഹ് കഴിഞ്ഞെന്നുള്ളത് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ബ്രോ, എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ. മെക്കാനിക്കാണ്. ബ്രൈഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? ശരി. അപ്പോൾ രണ്ടാൾക്കും നല്ല ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ജീവിതം നല്ല സെറ്റായിട്ട് മുന്നോട്ട് പോട്ടെ രണ്ടാൾക്കും. ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്ന പോലെ തന്നെ ബ്രൈഡിനും ഗ്രൂമിനും ഒരു ജോബ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു ലൈഫ് അങ്ങനെയാണല്ലോ, നമ്മുടെ സ്റ്റൈൽ അങ്ങനെയാണ് പോകുന്നത്. ഫാമിലിനെ നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരു ഇൻകം എന്ന് പറയുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ വലിയൊരു കാര്യമായിട്ട് പോകും. പിന്നെ ഇനിയിപ്പോൾ അടുത്ത സ്വാഭാവികം എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ വെളിയങ്കോടാണ് നിൽക്കുകയാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഈ ക്യാപിറ്റൽ തിയേറ്ററിന് എങ്ങനെ ഈ വെളിയങ്കോടിലേക്ക് എത്തി എന്നൊരു ചോദ്യമാണല്ലോ ഞങ്ങൾക്ക്. അപ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റൽ തിയേറ്റർ നിങ്ങളിലേക്ക് വന്നത്? നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിനെ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തപ്പും കുറേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് പോവുക റീസെൻ്റ്ലി മാരീഡ് ആയ ആൾക്കാരാണ്. എൻ്റെ കൊളീഗും അതുപോലെ തന്നെ ജൂനിയേഴ്സും ഫ്രണ്ട്സും എല്ലാവരും വർക്കും നിങ്ങളാ ചെയ്തത്. അപ്പൊ അന്ന് മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. നിക്കാഹ് ഇവളെ വീട്ടിലായിരുന്നു ഫംഗ്ഷൻ, പക്ഷേ ഫൈനലൈസ് ആയില്ല. അപ്പൊ അൽഹംദുലില്ലാ ഈ സമയത്ത് ഫസ്റ്റ് അറേഞ്ച് ചെയ്യണത് നിങ്ങളെയാണ്. അപ്പോൾ അത് സെറ്റായി. പിന്നെ വെളിയങ്കോടുന്ന് എത്തിയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തന്നെ റെക്കമെൻഡേഷൻ ആണ്. എല്ലാവരും വർക്കും പക്കയാണ്. അതുപോലെ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ ഭയങ്കര പങ്ക്ച്വലാണ്. അതേപോലെ തന്നെ നമ്മളൊന്നും അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്പീഡപ്പ് ചെയ്യും. അപ്പോൾ അതാണ് മെയിനായിട്ട് എന്ത് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അത് വേറെ ആളുകൾ പറഞ്ഞറിഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ സർവീസ് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളിന്ന് കിട്ടിയോ? ഡെഫിനറ്റ്ലി. നിങ്ങൾ ഇന്ന് ഹാപ്പിയാണ്. എന്താണ് ഇന്ന് പിന്നെ ക്യാപിറ്റൽ തിയേറ്റർ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എന്താണ് മെൻഷൻ ചെയ്യാനുള്ളത്? നമ്മൾ പറഞ്ഞു നമ്മൾ 9 മണിയാവും, നിങ്ങൾ 9:15 ആകുമ്പോഴത്തേന് എത്തണം എന്നുള്ളത്. നമ്മളെത്തുമ്പോൾ 10 മണിയായി. പക്ഷേ നിങ്ങൾ 9 മണിൻ്റെ മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. ആ പങ്ക്ച്വാലിറ്റി അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം സ്പീഡപ്പായിട്ട് എല്ലാവരും എന്താ, ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും, ഒരു വീഡിയോഗ്രാഫർ ഉണ്ടാവും. അത് മാനേജ് ചെയ്യാൻ വേറെ ആരില്ല, നമ്മൾ വേണം. ലൈറ്റ് ബോയ് മാത്രമേ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്ത്, ഫോട്ടോഗ്രാഫർ സെപ്പറേറ്റ്ലി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാനേജ് ചെയ്തു. അതേപോലെ ഫുഡ് കഴിക്കുമ്പോഴുള്ള ഒരു ലാഗും കാര്യങ്ങളൊന്നും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്ത് നിങ്ങൾ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് വളരെ ഹാപ്പിയാണ്. എന്താണ് ബ്രൈഡിന് സ്പെഷ്യലായിട്ട്? സെയിം അതുപോലെ തന്നെ ഞങ്ങളാണ് കുറേ ലേറ്റ് ആയതൊക്കെ ചെയ്തത്. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എല്ലാതും പെട്ടെന്ന് ടൈമൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ ചെയ്തത്. പിന്നെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കംഫർട്ട് സോണിൽ തന്നെയാണ്. നമുക്കൊരു എന്താ പറയാ, ഒരു എക്കാസൊക്കെ ഉണ്ടായിരുന്നു വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ളത്. അതെല്ലാം പക്ഷേ നിങ്ങളൊരു കൺഫ്യൂഷനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റത്തേതാണെങ്കിൽ എല്ലാം എൻട്രി മുതൽ ഫൈനൽ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നിൽക്കുന്നത് സംസാരിക്കുന്നത് വരെ ഞങ്ങളെല്ലാം പ്രോപ്പർലി ഗൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും അറിയണ്ട. പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇൻകൺവീനിയൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പർലി മാനേജ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കല്യാണം വരികയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ തിയേറ്ററിനെ നിങ്ങൾ ഏത് രീതിയിൽ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആരാണ് ബ്രൈഡിന്റെ ഫാദർ വരെ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നിങ്ങൾക്കും നല്ല വർക്കും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. ഇനി വെളിയങ്കോട് ഒരുപാട് വർക്ക് കിട്ടും. വെളിയങ്കോട് ഈ ഭാഗത്ത് ഞാൻ കുറേ വർക്കുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ വെളിയങ്കോട്, ചാവക്കാട് എന്നൊക്കെ പറഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ സ്ഥലത്തേക്ക് ക്യാപിറ്റൽ തിയേറ്ററിനെ പെരുന്തൽമണ്ണ വിളിക്കാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു. ഇന്നലെ നമ്മൾ വീട്ടിലായിരുന്നു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ കാരണം നമ്മൾ ഓൾറെഡി ഹാളിലേക്ക് ആക്കി. ജസ്റ്റ് ഇവിടെ അടുത്തുള്ള ഒരു ഫോട്ടോഗ്രാഫർ അറേഞ്ച് ചെയ്തു. പുള്ളി ചോദിച്ചു ഇവിടെ ഉള്ളവരൊന്നും നോക്കാണ്ട് എന്തിനാ പെരിന്തൽമണ്ണയിൽ നടക്കും. അപ്പോൾ സെയിം സ്റ്റോറി ഞാൻ പറഞ്ഞു. കൊളീഗും അതേപോലെ തന്നെ ഫ്രണ്ട്സും ജൂനിയറും എല്ലാവരും പ്രോപ്പർലി റെക്കമെൻഡ് ചെയ്തു. ഇന്നലെ വിളിച്ച സമയത്ത് ഞങ്ങൾ ബത്തേരിയിൽ ഒരു ഫംഗ്ഷനിലായിരുന്നു. അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ രാത്രി 2 മണിയായിരുന്നു ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തി. പ്രത്യേകം പറഞ്ഞു ജാസിർ ഖാൻ എന്തായാലും കോൺടാക്ട് ചെയ്യണം, പുള്ളി ഉണ്ടാവണം എന്ന് പറയണം. അത് ഞാൻ ആദ്യം തന്നെ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ഏൽപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ അന്ന് വേറെ വർക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല. ആൾറെഡി നിങ്ങൾ 3 മാസം മുന്നേ ബുക്ക് ചെയ്തുകൊണ്ട് ഞാൻ ആൾറെഡി ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. പിന്നെ ഈ സീസൺ ഇപ്പം GCCയിൽ വെക്കേഷനാണ്. ഞങ്ങൾക്ക് ഇന്ന് മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ത്രൂ ഔട്ട് വർക്കാണ്. ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 15 വരെ ആൾമോസ്റ്റ് എല്ലാ ഡേറ്റും ഫുള്ളാണ്. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളെ ഫസ്റ്റ് ഇന്നലെ തുടങ്ങി
പക്ഷേ നമ്മളെ ഈ നാട്ടിൽ ഇവിടെ ഫസ്റ്റ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ലൊക്കേഷൻ അതായത് ഈ ഒരു സീസണിലുള്ള രണ്ടാമത്തെ ബ്രൈഡ് ഗ്രൂമാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇതേപോലെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. എന്തായാലും ഞങ്ങളെ നിങ്ങളുടെ ഈ ഒരു മെയിനായിട്ടുള്ള ഫംഗ്ഷനിൽ ഉൾപ്പെടുത്തിയിൽ ക്യാപിറ്റൽ തിയേറ്ററിൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. ഓക്കെ ഇൻഷാ അല്ലാ. ഓക്കെ ശരി കേട്ടോ.